ഹലോ, വെൽക്കം ടു മോംസ് റൊട്ടീൻ. എന്തൊക്കെ എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടും റാഹത്തൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. റമളാൻ 2-ൻ്റെ അന്നെടുത്ത നമ്മുടെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. പണികളൊക്കെ വേഗത്തിലാക്കിയിട്ട് എങ്ങനെ നമുക്ക് റമളാനിൽ കൂടുതൽ സമയം ഇബാദത്തിനായിട്ട് കണ്ടെത്താം എന്നുള്ളതൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്, ഷെയർ ആക്കുന്നത്. ഞാൻ ചെയ്യുന്ന രീതികളും എൻ്റെ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണുക. കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. റമളാൻ ഇപ്പോൾ 3 കഴിഞ്ഞ് മാഷാ അല്ലാ, ഒരു കുഴപ്പമില്ല, ഒരു ക്ഷീണമില്ല, നല്ല റാഹത്തായിട്ട് തന്നെ നോറ്റ് വിട്ടാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇനിയുള്ള നോമ്പുകളും നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് നോറ്റ് വീട്ടാൻ വേണ്ടി പറ്റട്ടല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റിട്ട് ഇപ്പോൾ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ നല്ല കുയിലിൻ്റെ സൗണ്ടുകളും നല്ല കിളികളുടെ സൗണ്ടുകളൊക്കെ ഉണ്ടാവട്ടെ. നമ്മുടെ മുറ്റത്ത് ഒരുപാട് കിളികൾ വരാറുണ്ട്. നല്ല രസമാണ് അവരുടെ സൗണ്ടുകളും കിളികളൊക്കെ കാണാനൊക്കെ നല്ല രസമാണ്. അത്താഴം കഴിഞ്ഞിട്ട് നമ്മൾ സുബഹ് അതിൻ്റെ മുന്നേ തഹജ്ജുദ് നിസ്കാരം ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഖുർആൻ ഓത്തൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച് നേരം വൈകിട്ടാണ് പിന്നെ കിടക്കൽ. പിന്നെ കിടക്കാനുള്ളൊരു ടൈം ഇല്ല, കാരണം കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് നീക്കലുണ്ട് ഞാൻ. അങ്ങനെ എണീറ്റിട്ട് മക്കളെ സ്കൂൾക്കൊക്കെ വിട്ടിട്ടുണ്ട്. പിന്നെയാണ് ഇത് അടിച്ചു വരാനായിട്ട് ഇറങ്ങിയത്. പിന്നെ മുറ്റത്ത് കുറച്ച് നേരം അങ്ങനെ അടിച്ചു വാരി ഒന്ന് റിലാക്സ് ആയിട്ടൊക്കെ നിന്നിട്ടാണ് പിന്നെ അകത്തേക്ക് കയറൽ. ഈ കുയിലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് പഴയൊരു ഓർമ്മയാണ് വരിക. ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മളും ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ അനുകരിക്കലല്ലേ, കുയിൽ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നതിനനുസരിച്ച് നമ്മളും ഇങ്ങനെ പറയും. അപ്പോൾ നമ്മളൊരു വിശ്വാസം എന്താണ്, നമ്മൾ പറയുമ്പോൾ അവരും കൂടെ പറയൂല്ലേ, അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ ഓർമ്മ വരട്ടെ, ഇങ്ങനെ നടന്നിട്ട് നമ്മൾ കുയിലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ. മുറ്റത്ത് കാര്യമായിട്ടൊന്നും ഇലകളും കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും അതുകൊണ്ട് അടിച്ചു വരുന്നതിലൊരു മനസ്സമാധാനക്കുറവ്. അപ്പോൾ രാവിലെ നമ്മൾ ചെയ്യുന്ന ഓരോരോ പണികൾ ഓരോന്നായിട്ട് വേഗം തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് വേഗം പണി കഴിഞ്ഞിട്ടൊന്ന് ഇരുന്നിട്ട് എന്തെങ്കിലും ഖുർആൻ ഓതാനോ കാര്യത്തിനൊക്കെ ഒന്ന് സമയം കണ്ടെത്തണം. അപ്പോൾ ഒരുപാട് പണികളൊന്നും റമളാൻ മാസത്തിൽ എടുക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ നമ്മൾ നനച്ചുളിയും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് നല്ല വീടൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കല്ലേ, എന്താണ് കൂടുതലായിട്ടൊന്നും ചെയ്യാനുണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് തുടക്കാനൊക്കെ ഉണ്ടാവും, അടിക്കാനും തുടക്കാനൊക്കെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് വേഗം അങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു ഭാഗത്തിരിക്കുക. അതാണ് മുറ്റമൊക്കെ അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചു വാരിയിട്ടുണ്ട്. എപ്പോഴും നല്ല ഫ്രഷായി കിടക്കണം മുറ്റം, വീടിൻ്റെ ഉള്ളൊക്കെ. അത് നമുക്കൊരു റാഹത്താണ് കേട്ടോ. പിന്നെ കയറുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ കുറച്ച് ചീര പൊട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ അങ്ങനെ കുറച്ച് ചീര വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചീര എടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു താളിപ്പ്, ഉപ്പേരി അങ്ങനെയുള്ളതൊക്കെ നല്ല നമ്മൾ അത്താഴത്തിന് കഴിക്കാനും നല്ലത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ചീര അല്ലെങ്കിൽ ചിരങ്ങ, മുരിങ്ങയില അങ്ങനെയൊക്കെ എന്തെങ്കിലും താളിച്ചിട്ടാണ് കൂടുതൽ അത്താഴത്തിന് കഴിക്കൽ. ചോറും കാര്യങ്ങളും നമ്മൾ കൂടുതലൊന്നും കഴിക്കില്ല, ഒക്കെ മിതമായിട്ടേ കഴിക്കുള്ളൂ. പക്ഷേ അത് ഇങ്ങനെയുള്ള അതൊക്കെയാണല്ലോ നമ്മൾ നോമ്പിനൊരു ഇഷ്ടമുള്ളത്. അപ്പോൾ അത് പൊട്ടിച്ച് കൊണ്ടുവന്നാണ്ട് ഞാൻ പിന്നെ കുറച്ച് പത്തിരിക്ക് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു സമയം 8:30 കഴിഞ്ഞിട്ടുണ്ട്. മക്കൾ ഒരാൾക്ക് എക്സാമാണ്, ഒരാൾ സാധാ സ്കൂളുമാണ്. അവർക്ക് രണ്ടാൾക്കും നോമ്പാണ്. അപ്പോൾ അവർക്ക് ഫുഡൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണം, പ്രായമുള്ളവരുണ്ട്, അവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഈ പത്തിരി പണി കണ്ട് തീർത്താൽ മതി. അപ്പോൾ അതൊന്നും കൊടുക്കല്ലേ, ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. അമ്മക്ക് ഞാനിപ്പോൾ രാവിലെ 8:30 മണി ആയിട്ട് പറഞ്ഞല്ലോ, ഞാൻ ഇനി ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യണം നമുക്ക് നല്ലത്. ഇപ്പോൾ രാവിലെ വേറെ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ടല്ലോ, പിന്നെ വൈകുന്നേരത്തെ നമുക്ക് പണി കഴിയുകയും ചെയ്യും.
ഇന്ന് കുറച്ച് കൂടുതൽ പത്തിരി ഉണ്ടാക്കണം എന്ന് എൻ്റെ അനിയനും അമ്മയും പിന്നെ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഇതുണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് പത്തിരിപ്പണി കഴിഞ്ഞാൽ സമാധാനമാണല്ലോ. അല്ലെങ്കിലും എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് ചെയ്യൽ. രാവിലെ പത്തിരി ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മൾ ദോശ അല്ലെങ്കിൽ വെള്ളപ്പം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകിട്ടാണ് ഉണ്ടാക്കൽ. പക്ഷേ പത്തിരി ഉണ്ടാക്കുന്ന ദിവസങ്ങൾ രാവിലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് നല്ലത്. അപ്പോൾ നമ്മൾ കിച്ചൺ നേരാക്കാനും നമ്മളെ ഡ്രസ്സിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വൃത്തിയാവാനും പിന്നെ പണി പെട്ടെന്ന് തീർക്കാനൊക്കെ എളുപ്പത്തിൽ ഇതുതന്നെയാണ് രാവിലെ പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നോർമലി ഞാൻ അങ്ങനെയാണ് പോവാല്. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഉച്ചക്ക് ഒരു 10:30 കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10:30 ആ സമയമാകുമ്പോഴത്തേനും ഒന്ന് തുടച്ച് പിന്നെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒരു 11 മണിയാകുമ്പോഴത്തേനും റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അതൊക്കെ ചെയ്യുക, റെസ്റ്റ് എടുക്കുക, കിടക്കുക ഒക്കെ ചെയ്യുക. പിന്നെ ഒരു 4 മണിക്ക് പിന്നെ കിച്ചണിൽ കയറിയാൽ മതി. അത്രയും ടൈം നമുക്ക് കിട്ടും. ഇനി പത്തിരിയല്ല നമ്മൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് വെള്ളപ്പോ കറി അങ്ങനെയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ട് ഉണ്ടാക്കാൻ നല്ലത്. അപ്പോൾ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക, ഉപ്പേരികളത് അരിഞ്ഞ് വെക്കുക, അങ്ങനെ മീനുണ്ടെങ്കിൽ മീൻ നന്നാക്കി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കട്ടെ. കുളിക്കുന്നതിൻ്റെ മുന്നേ രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് കുളി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് കുറച്ച് നേരം വൈകിട്ട് കിച്ചണിൽ കയറിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ചൂടും കാര്യങ്ങളൊക്കെ പോയി കിച്ചണിലത്തൊക്കെ പോയതിന് ശേഷം നമുക്ക് കിച്ചണിൽ കയറിയാൽ മതി. എന്നിട്ട് അപ്പോൾ നമുക്കത്ര ക്ഷീണവും തോന്നില്ല, പണികൾ വേഗം ഒരുക്കിയെടുക്കാൻ വേണ്ടി പറ്റും ചെയ്യും. ഇന്ന് ഞങ്ങൾ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് പത്തിരിക്ക്. അപ്പോൾ ബീഫൊക്കെ മുറിച്ചിട്ട് കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ ചെയ്യലുള്ളൂ. ബീഫായാലും ചിക്കനായാലും ഒക്കെ നല്ല ചൂടാണ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്താ ചെയ്യുക, കുറച്ചെടുത്തിട്ട് കുറച്ച് കിഴങ്ങും കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ കറിയാക്കി ഉണ്ടാക്കലാണ് ചെയ്യൽ. അപ്പോൾ നമ്മൾ കുറേ ഇതല്ലട്ട ചിക്കനോ അല്ലെങ്കിൽ ബീഫൊന്നും കുറേ ഒന്നും കഴിക്കുമൊന്നുമില്ല, പക്ഷേ കറി ഉണ്ടാക്കും നമ്മൾ. ഇത് ഉണ്ടാക്കി റെഡി ആയിട്ട് വേണം ഇനി ഉമ്മാക്ക് ചായ കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് വേഗത്തിൽ അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് പിന്നെ മീൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇന്ന് മുറിക്കാനൊന്നുമില്ല. ചെമ്മീൻ ഇന്നലെ രാത്രിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഉടനെ തന്നെ അങ്ങോട്ട് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതും നമുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ബീഫ് ഇതാ ഞാൻ വേവാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിനുള്ള തേങ്ങ അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ തേങ്ങ വറുത്ത് വെക്കണ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളാണ് എനിക്ക്. കാരണം എന്താ നമ്മൾ പറഞ്ഞ കുറച്ച് എത്ര സ്പൂണാണ് നമുക്ക് ആവശ്യമുള്ളത് വെച്ചാൽ അതെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ നമ്മൾ എന്താ പറയുക തേങ്ങ റെഡിയാവും. അപ്പോൾ തേങ്ങ നല്ല വറുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. അത് കഴിയോളം പിന്നെ നമുക്ക് ആ പണിമൊക്കെ നിൽക്കണ്ടല്ലേ. അപ്പോൾ ഞാനങ്ങനെ എനിക്ക് അതൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയുള്ളി കുറേ തൊലിച്ച് വെച്ചിട്ടുണ്ട്, തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്, പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി അങ്ങോട്ട് വേഗം ഉണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഈ തേങ്ങ ഇനിയിപ്പോൾ എന്തായാലും കുറേ ദിവസത്തേക്ക് എടുക്കും കേട്ടോ. കുറേശ്ശെ എടുക്കുള്ളൂ. നമ്മൾ തേങ്ങ വറുത്ത് പൊടിച്ച് വെക്കുമ്പോൾ കുറച്ചായിട്ട് തോന്നുമെങ്കിലും നമ്മളിത് അരക്കുമ്പോൾ അതിന് ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ അത് ഒരു 3-4 തേങ്ങ ഒക്കെ അങ്ങനെ വറുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് പേരുള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അത് എത്ര ആളുണ്ടോ അതിനനുസരിച്ച് നമുക്ക് വെക്കാം. 2 ബോക്സിലാക്കി വെക്കാം, ഒരെണ്ണം ഫ്രീസറിലാക്കി വെക്കാം, ഒരെണ്ണം പുറത്ത് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കി വെക്കാം കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോൾ ഒരെണ്ണം കഴിഞ്ഞതിന് ശേഷം ഫ്രീസറിലുള്ളത് നമ്മൾ ഫ്രിഡ്ജിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കുറേ റമദാൻ കഴിയോളം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളിടത്തോളം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്നും നമ്മൾ തേങ്ങ കറിയൊന്നും ഉണ്ടാക്കില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാനിതാ ഒന്ന് സ്പ്രേ ചെയ്ത് കണ്ട് എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുക്കാൻ ചെയ്തിട്ട് നമ്മൾ ഇത് തണ്ടുകൾ പിന്നെ എന്താ ടേബിളിലൊക്കെ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുന്ന കാരണം കൊണ്ട് എന്തായാലും എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്പ്രേ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് 2-3 പ്രാവശ്യം തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിടക്കും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹാൻഡ് വാഷും പിന്നെ നമ്മളെ ഡിഷ് വാഷിൻ്റെ ലിക്വിഡും കുറേശ്ശെ ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വിനെഗറും കൂടി ആക്കിയിട്ടാണ് നമ്മൾ ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല സ്മെല്ലും പിന്നെ ഈച്ച പ്രാണി അങ്ങനെ ഇതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്താണ്ട് നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ അതും കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്തത് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് തന്നെയാണ് എണീക്കുക. എന്നാലും പിന്നെ ഒന്നും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് വരും. പിന്നെ മക്കൾ കിടക്കണ അവിടെ അവർ ശരിയാക്കിയിട്ട് തന്നെ എണീക്കുക. ഇനി അടുത്ത പണി അടിച്ചു വാരലും തുടക്കലൊക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വൈകിട്ട് ഉപ്പേരികൾ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അതൊക്കെ അരിഞ്ഞു വെക്കലുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെയൊന്നും ഇല്ല. ഇന്ന് ചെമ്മീൻ കറിയും
പിന്നെ മുരിങ്ങ താളിക്കാനും കൂടി ഉണ്ട്, പിന്നെ ചീര താളിക്കാനും കൂടി ഉണ്ട്. അതാണ് ഇന്ന് ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു ബജി മുളകുണ്ടല്ലോ അത് പൊരിച്ചെടുക്കും, അച്ചാറുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ എരിവും പുളിയും ഒക്കെ ഒന്ന് കുറച്ചിട്ട് നമ്മൾ അത്താഴമാണെങ്കിലും മുത്താഴാണെങ്കിലും കഴിക്കണം നല്ലത്. പിന്നെ ചിലർ പത്തിരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതന്നെയാണല്ലോ അത്താഴത്തിന് കഴിക്കൽ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഞാൻ മക്കളോടായാലും ആരോടായാലും പറയില്ല, കുറച്ച് ഒന്നെങ്കിൽ കഞ്ഞി കുടിക്കാൻ വേണ്ടി പറയും, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു തവിയേറ്റ ചോറ് കഴിച്ചാൽ മതി. കൂടുതൽ നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുക നല്ലത്. അപ്പോൾ ഓവർ ക്ഷീണം നമുക്ക് വരും. പിന്നെ കാര്യമായിട്ട് നമ്മൾ ഫ്രൂട്ട്സാണ് കഴിക്കുക, വെള്ളങ്ങൾ നന്നായി കുടിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മളെ ഫുഡിൻ്റെ രീതികൾ. ഇപ്പോൾ നമ്മൾ അങ്ങനെ അടിച്ചു വരട്ടി ഇപ്പോൾ സമയം ഒരു 9 മണി ആയിട്ടുണ്ട്. 9 മണിയല്ല, ഒരു 9:30 ആയിട്ടുണ്ട്. നമ്മളെ പത്തിരിയും കറിയൊക്കെ റെഡിയായി. ഇനി അടിച്ചുവാരലും തുടക്കലും ഒക്കെ കഴിയുമ്പോഴത്തേന് ഒരു 10:30 11 മണി എന്തായാലും ആവും. ഇന്ന് കുറച്ച് കൂടുതൽ പത്തിരി ഉണ്ടാക്കാനുള്ളതുകൊണ്ടും മുറ്റടിക്കാൻ നിൽക്കണതുകൊണ്ടൊക്കെ കുറച്ചും കൂടി നേരം വൈകിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലെടുക്കും കൂടി ചെയ്യില്ല, അപ്പോൾ കുറച്ചൊരു സമയം എടുക്കും എന്തായാലും. അങ്ങനെയൊക്കെ ആണ്. എന്തായാലും ഒരു 10:30 ആകുമ്പോഴേക്കും കുളിക്കണം എന്ന് ഇൻഷാ അല്ലാഹ് കരുതുന്നിട്ട് അതിനനുസരിച്ചുള്ളൊരു പണികളാണ് ചെയ്യൽ. പിന്നെ നമ്മൾ വൈകുന്നേരം കിടക്കണതിൻ്റെ മുന്നേ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ബ്രഷ് വെച്ചിട്ട് അടിക്കലുണ്ട് കേട്ടോ. അടിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടാണ് കിടക്കൽ. അപ്പോൾ ചിലർ പറയും അങ്ങനെ നമ്മൾ രാത്രിയിൽ അടിക്കാൻ പാടില്ല, ബ്രഷ് വെച്ചിട്ടായാലും എന്തായാലും അടിക്കാൻ പാടില്ല എന്നാൽ. പക്ഷേ അതൊരു എന്തെങ്കിലും നമ്മളിപ്പോൾ റംസാനായി കഴിഞ്ഞാൽ ഫുഡും കാര്യങ്ങളും മക്കളൊക്കെ ഉള്ളിടത്താണെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ പുറത്ത് പോകും. അപ്പോൾ ഒരു വൃത്തിയില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ രാത്രി എന്നും അങ്ങനെ അടിച്ചു വാരിയിട്ട് അങ്ങനെ വെച്ചിട്ട് ബ്രഷ് വെച്ചിട്ട്, അതല്ലാതെ തന്നെ വേറൊരു ബ്രഷ് ഉണ്ട്, അത് വെച്ചിട്ടാണ് അടിക്കൽ. അപ്പോൾ നമ്മൾ അടിയിൽ ക്ലോത്ത് ഒരു ബ്രഷ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് അടിക്കൽ. അപ്പോൾ അത് വെച്ചിട്ട് അടിക്കുമ്പോൾ ഒന്നും കൂടി ക്ലീൻ ആവും, നല്ല ഇതും തുടച്ചൊരു ഫീൽ ഉണ്ടാവും, നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് അങ്ങോട്ട് കഴിയും. അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കലുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് വൃത്തിയായിരിക്കും. ഇനി പിറ്റേ ദിവസം നമുക്ക് എന്തെങ്കിലും വയ്യാന്ന് തോന്നി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒന്നും തുടക്കുന്നില്ല എന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് കിടക്കൂട്ടാ. പിന്നെ അങ്ങനെ രാത്രിയിലൊന്നും ജസ്റ്റ് ഒന്നും എല്ലാ ഭാഗം ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ രാവിലെ നമുക്ക് അത്ര ഭാരം ഉണ്ടാവില്ല അടിക്കാനും തുടക്കാനും. വേഗം വേഗം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയി നമുക്ക് കുളിക്കാം. കുളി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4 മണി ആയ സമയത്താണ് പിന്നെ ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഇനി ഫസ്റ്റായിട്ട് ചെയ്യുന്നത് നമ്മൾ സമൂസ ഉണ്ടാക്കാൻ വേണ്ടി പോകാൻ. അങ്ങനെ എന്തെങ്കിലും പൊരിച്ച കടികളായിട്ടൊന്നും ഉണ്ടാക്കുന്നത് ഞാനങ്ങനെ കഴിക്കില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഈ റമദാനിൽ കൂടുതൽ ഇങ്ങനെ കഴിക്കുന്നത്. പക്ഷേ മോനുള്ള കാരണം കൊണ്ട് അവന് ചെറുതല്ല, അവനിക്ക് എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതാണ് ഞാൻ ചിക്കൻ ഇങ്ങനെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് സമൂസ ഉണ്ടാക്കുന്നത്. ഇനി ഈ ഒരു ചിക്കന് നമ്മൾ വേവിക്കണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, വേവിച്ചിട്ട് വെച്ചത്. അപ്പോൾ അത് കുരുമുളകും ഉപ്പും ഇട്ടിട്ട് ഞാൻ വേവിച്ചതായിരുന്നു. വെള്ളമൊക്കെ നല്ല ഡ്രൈ ആക്കിയതിന് ശേഷമാണ് നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുറേ ഇരിക്കൂട്ടാ. ഒരു 15 ദിവസത്തിനുള്ളതാണ് ഞാൻ ആക്കി വെക്കൽ. എന്നിട്ട് പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ കുറച്ച് ചിക്കൻ കൊടുത്തിട്ട് നമ്മൾ എല്ലില്ലാതെ ചിക്കൻ കൊടുത്തിട്ട് ജസ്റ്റ് കുരുമുളക് ഇതൊക്കെ ഇട്ട് ഉപ്പിട്ട് വേവിച്ചിട്ട് ഒരു നല്ല വെള്ളമില്ലാതെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചാൽ വീണ്ടും 15 ദിവസത്തിന് അങ്ങനെ വെക്കും. അപ്പോൾ ഇതിങ്ങനെ ആക്കി വെച്ചുള്ള യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ്. കാരണം ഇത് നമ്മൾ സമൂസ എന്നല്ല, എന്ത് ചിക്കൻ റോള് അങ്ങനെ എന്തുണ്ടാക്കിയെടുക്കാനും വേണ്ടി പറ്റും. കുറച്ച് തരി കൂടി കാച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കന് അങ്ങനെ ചെയ്ത് വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് വെച്ചിട്ട് നല്ല യൂസ്ഫുള്ളാണ്. നമ്മൾ ചിക്കൻ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ റോള്, പിന്നെ നമ്മൾ കട്ട്ലറ്റ്, അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അതൊക്കെ പറ്റും നമുക്ക്. എന്ന് ചിക്കൻ വെച്ചിട്ട് ചെയ്യുന്ന എല്ലാത്തിലും ഉപയോഗിക്കാം. അവിടെ മോള് അങ്ങനെ സമൂസ ഒന്ന് ചുറ്റി തരുന്നുണ്ട്. അപ്പോൾ അതിപ്പോഴേക്കും ഞാനത് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ വേഗം ചെയ്തെടുക്കുന്നുണ്ട്. പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തി നമ്മൾ തന്നെ ചെയ്ത് വെക്കട്ടെ. കുറേ നേരം കിച്ചണിൽ നിൽക്കരുത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഈ ചിക്കന് നമ്മളിങ്ങനെ ഇതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്യുന്നത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലെടുത്ത് നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ പ്രാവശ്യം ഉണ്ടാക്കണ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മൾ ഈ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ നമ്മൾ കറിവേപ്പില ഊരിയിട്ട് ബോക്സിലാക്കി വെക്കുക. നമ്മൾ മല്ലിയില ക്യൂബാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മളൊന്ന് അരച്ചിട്ട്. അപ്പോൾ അത് കുറേ ഇരിക്കാൻ വേണ്ടിയിട്ടോ, ഒരാഴ്ച നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെയൊക്കെയാണ് എളുപ്പച്ച ആ രീതിക്കൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കൂടുതൽ യൂസ് ആക്കുന്ന സംഭവങ്ങൾ കൂടുതൽ ഉണ്ടാക്കി വെക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ റമദാനിൽ നമുക്ക് പണികളൊക്കെ വേഗം ഒരുക്കിയിട്ട് നമുക്ക് വേഗം റെസ്റ്റ് എടുക്കാനായാലും
ആയാലും എല്ലാത്തിനാവും. ഈ റമദാനിൽ സ്ത്രീകൾക്ക് ഒരുപാട് പണികൾ കൂടുതലുള്ള സമയമാണല്ലേ. സ്ത്രീകൾ എപ്പോഴും കിച്ചണിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒന്ന് ശ്രമിച്ച് നോക്കുക. പിന്നെ ചിലർ നമ്മൾ ഉള്ളി തക്കാളി അങ്ങനെയൊക്കെ പേസ്റ്റാക്കിയിട്ട് ക്യൂബാക്കിയിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ വഴറ്റിയിട്ട് അത് ഫ്രീസ് ചെയ്ത് വെക്കുന്നവരുണ്ട്. അപ്പം എനിക്കത് വലിയൊരു താല്പര്യമില്ല. അത് നമുക്കൊരു പഴകിയ ടേസ്റ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഫ്രഷായിട്ട് നമ്മൾ ഉണ്ടാക്കണ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചിക്കൻ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേവിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും ഫ്രഷോട് കൂടി ഉണ്ടാക്കാം. നമ്മളെ മസാലകൾ എപ്പോഴും ഫ്രഷോട് ഉണ്ടാക്കുന്നത് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ ഓരോരോ ഇതായിട്ട് ചെയ്യുന്നുണ്ട്. മോള് ഫ്രൂട്ട്സ് കട്ടാക്കിയിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോഴിതാ നമ്മുടെ ഇവിടെ കുറച്ച് മയിലുകൾ കേട്ടോ. അവർ കുറച്ച് സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വരുന്നുണ്ട്. എന്താണെന്നറിയില്ല. അത് ഞങ്ങളെ വീടിൻ്റെ ബാക്ക് സൈഡുകളും ബാക്ക് ഭാഗങ്ങളും പറമ്പുകളൊക്കെ ഉണ്ട്. കുറച്ച് പറമ്പുകളുണ്ട് ഇങ്ങനെ ബാക്കിലേക്കായിട്ട്. അപ്പോൾ അവിടെയൊക്കെ ഇവരിങ്ങനെ നടക്കും ഇങ്ങനെ. അപ്പോൾ അത് മോള് എടുക്കാൻ വേണ്ടി ഫോണായിട്ട് പോയപ്പോഴേക്കും ഞാൻ ഇവിടെ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെമ്മീൻ ഞാൻ തലേദിവസം തൊലിച്ച് വെച്ച കാരണം കൊണ്ട് എനിക്ക് അതിനൊരു പണി ഉണ്ടായിട്ടില്ല. കുറച്ചേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ചെമ്മീൻ കുറേ ഒന്നും കൊടുത്തിട്ടില്ല, കുറച്ചേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറേശ്ശേ നമ്മൾ ഈ റമദാനിൽ ഉപയോഗിക്കുള്ളൂ കേട്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെ നമ്മളെ ബജി മുളക് പൊരിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അത്താഴത്തിനുള്ളതും കറികളും ചോറ് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലതും ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ നമ്മളെ പണിയൊക്കെ ഫ്രീ ആയതിൻ്റെ ശേഷം ഒന്ന് നനയ്ക്കാൻ വേണ്ടി പോകും. വൈകിട്ട് ചെടികളൊക്കെ നനച്ചെടുക്കും. അങ്ങനെയുള്ളതൊക്കെയാണ് ചെയ്യൽ. അങ്ങനെ കിച്ചണിലത്തെ പണിയൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ പണികളും രീതികളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കമൻസുകൾ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.